ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു മിനി വ്ളോഗാണ്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ സൈലം മീൻസിൻ്റെ ഫസ്റ്റ് GIP എക്സാം ഡേ ആയിരുന്നു. അപ്പോൾ നമുക്ക് അടുത്തുള്ള സെൻറ്റർ ചൂസ് ചെയ്തിട്ട് എക്സാമിന് വേണ്ടി പോകുമായിരുന്നു. അപ്പോൾ എക്സാം ടൈം 2 to 5 നമ്മൾ നോർമൽ നീറ്റ് പാറ്റേൺ തന്നെ ആയിരുന്നു അവർ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്ന 720 മാർക്സ് 180 ക്വസ്റ്റ്യൻസ് ഏകദേശം ആ സമയത്ത് തന്നെ. അപ്പം ഏതായാലും ഞാനൊരു 11 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മലപ്പുറത്ത് ഒരു സെൻറ്റർ കൊണ്ടോട്ടിയിലും പിന്നെ ഒന്ന് കോട്ടക്കൽ ഹൈബ്രിഡ് സെൻറ്റർ ആയിരുന്നു. അപ്പോൾ ഞാൻ ഏതായാലും കോട്ടക്കലെ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, കാരണം കുറച്ചുകൂടെ അടുത്തായിട്ട് എനിക്ക് അതായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ ഏതായാലും പോകാനായിട്ട് എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. +2 ഉണ്ടായിരുന്ന 2 ഫ്രണ്ട്സ്. ഞങ്ങൾ 3 പേരും ഓൺലൈനിലായിരുന്നു സൈലം ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ ആയിരുന്നു എക്സാമിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോർഷൻസ് വന്നിട്ട് എല്ലാ ചാപ്റ്റേഴ്സും ആദ്യത്തെ 2 ചാപ്റ്റേഴ്സ് ആയിരുന്നു. അപ്പോൾ അവിടെ എക്സാം സെൻറ്ററിൽ പോയപ്പം ഓഫ്ലൈനിലുള്ളവരുണ്ട്, ഓൺലൈൻ ബാച്ചിലത്തെ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ടായി തോന്നിയിട്ടുള്ള ഫിസിക്സ് ആയിരുന്നു. അപ്പം അത് എനിക്ക് മെയിൻലി എൻ്റെ പ്രശ്നം തന്നെ എനിക്ക് മനസ്സിലായി, കാരണം ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാത്തതിൻ്റെ ഒരു ചെറിയൊരു കുറവ്. പിന്നെ എനിക്ക് ടൈം മാനേജിങ് ചെറിയൊരു പ്രശ്നമായി തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരും പറഞ്ഞ സമയത്തിനുള്ളിൽ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടൊന്നുമില്ലായിരുന്നു. അപ്പോൾ അത് ഇനി ഓൾട്ടർനേറ്റീവായിട്ട് ഇങ്ങനെ എക്സാം എഴുതുന്നതിലൂടെ തന്നെ റെഡി ആവുന്നുണ്ടാവുള്ളൂ. അപ്പോൾ OMRലൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ മിസ്റ്റേക്ക് വരുത്തോ ഇല്ലെന്ന് കുറച്ച് നേരം അങ്ങനെ കൺഫ്യൂസിങ് ആയിട്ട് ചെയ്ത് ടൈം കളഞ്ഞതായിരുന്നു. പിന്നെ ഇന്നലെ ആൻസർ കീ ഡിസ്കസ് ചെയ്യുന്നൊരു വീഡിയോ ലൈവായിട്ട് യൂട്യൂബിലുണ്ടായിരുന്നു, പിന്നെ ആപ്പിലും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് ഏകദേശം നോക്കിയപ്പം ഒരു 468 അത്രയും സ്കോറേ ഉള്ളൂ. ബയോളജി ടോട്ടലി 90ൽ ഒരു 86 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്നതേ ബാക്കി 4 ചെറിയൊരു കൺഫ്യൂസിങ് ആയിട്ട് വിട്ടതായിരുന്നു. പിന്നെ അതിൽ തന്നെ എഴുതിൽ തന്നെ ഒരു 3-4 മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു. പിന്നെ കെമിസ്ട്രി ഫിസിക്സ് ഫുൾ അറ്റൻഡ് ചെയ്തിട്ടില്ല. പിന്നെ എന്തായാലും ഫസ്റ്റ് GIPയിൽ അടുത്തത് ശരിയാക്കാനുള്ള ഒരു പ്രതീക്ഷ. അപ്പോൾ ഇത്രേ ഉള്ളൂ.